പോലീസ് പെറ്റീഷനാ. ഇതിനകത്ത് ചക്രവാണിയുടെയും ബേബിയുടെയും പേര് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ആരുടെയും വെക്കാനുണ്ടോ? ഇന്ന് വായിച്ചു നോക്കിയേ. ആനന്ദന്റെ പേരോട് വെക്കണം സാറേ. ആനന്ദനോ? അതിനാ? അവനല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ. അവന്റെ ആ പെണ്ണുമ്പിള്ള നൂർജഹാനും. ബേബിയാ എല്ലാത്തിനും വഴിയൊരുക്കിയത്. ചേച്ചിയോടുള്ള വൈരാഗ്യമാ. കൊച്ചാപ്പൻ പറഞ്ഞ പോലെ അനന്തന്റെ സപ്പോർട്ടും കാണും. അനന്തന്റെ ഇപ്പോഴത്തെ ഭാര്യ നൂർജഹാനും അറിയാം. അവരുടെ പടം നടക്കാൻ വേണ്ടി അനന്തനും ബേബിയും എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും ചേച്ചിയോടുള്ള വൈരാഗ്യം എന്നോടും കാണിക്കുന്നത്. കൊടുവള്ളി സാറ് പറഞ്ഞതും അത് തന്നെയാ. എന്നാ പിന്നെ ആനന്ദന്റെ പേരോട് ഇതിനകത്ത് വെക്കണം. നീ ഒന്ന് ഇത് അന്നേ ചെയ്യേണ്ടതായിരുന്നു. അന്വേഷണം വരട്ടെ. ആൻസി, ആശങ്കയൊന്നുമില്ലല്ലോ? അല്ല, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഹോട്ടലിൽ CCTV ഫുട്ടേജസ് കളക്ട് ചെയ്തിട്ടുണ്ട്, മെയിൽ ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് ചെക്ക് ചെയ്യണേ. ചെക്ക് ചെയ്യാം. അതൊന്ന് പ്രിന്റ് ഔട്ട് എടുക്കണേ. ഇവിടെ ഇതാണോ? ആ, ഒന്ന് വായിച്ചു നോക്കിയോ? നോക്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതിപ്പോ തന്നെ എടുക്കാലോ സർ. ഓ, പത്മനാഭനോട് ഇങ്ങോട്ട് വരാൻ പറയേ. ആ സർ. ബേബി അനന്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? ഞാൻ എങ്ങനെ മേഡം അനന്തനോട് പറയാ? ബേബിയുടേതായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ അനന്തൻ അത് നെഗറ്റീവായിട്ട് എടുക്കും. നോക്കട്ടെ മേഡം, പറഞ്ഞല്ലേ പറ്റൂ. അതെയോ? ആഹാ, ആ ആണോ? ആ, ഓക്കെ ഓക്കെ. ചിത്രേച്ചി എവിടെ? വീട്ടിലോ? ഋഷിയോ? ഇല്ല, ഞാൻ കുറച്ച് ബിസിയാ. ഞാൻ എന്ത് ചെയ്യാനാ? അനന്ത, നമുക്ക് അങ്ങനെയൊന്നും കണ്ണുടച്ച് ഇറങ്ങി പുറപ്പെടാൻ പറ്റുന്ന സിറ്റുവേഷനൊന്നും അല്ലത്. അനന്തന്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ കൊണ്ട് വലിയ പ്രശ്നമാവില്ലേ? ഞാൻ ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ കമ്പനി MD ഒന്ന് അറിയിച്ചായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് പ്രോജക്റ്റില് അനന്തന്റെ സ്ക്രിപ്റ്റ് മാത്രം ഉപയോഗിക്കാം. ഡയറക്ടറെ വേറെ വെക്കാന്ന് അവര് പറഞ്ഞത്. വേറെ ഡയറക്ടറെ വെക്കാനോ? അതെന്തിനാ? അനന്ത, അതേ നടക്കൂ. ഈ പ്രോജക്റ്റ് ഇങ്ങനെ പോട്ടെ. വേറെ ഇഷ്യൂസ് ഒന്നും വരാതെ പടം ഹിറ്റാക്കി എടുക്കാം. അനന്തന്റെ സ്ക്രിപ്റ്റില് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഒപ്പം ക്യാമറയും കൂടെ വർക്ക് ചെയ്താൽ മതി. ഡയറക്ടറെ അവര് തീരുമാനിക്കട്ടെ. അതല്ലേ നല്ലത്, അല്ലേ ബേബി? ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ഇതൊക്കെ അനന്തനല്ലേ തീരുമാനിക്കണേ. നൂർജഹാൻ, അത് വേറെ ആരെങ്കിലും ചെയ്താൽ നന്നാവത്തില്ല. അത്രയ്ക്ക് ആത്മാവ് കൊടുത്ത് ഞാൻ ചെയ്തൊരു വർക്കത്. അനന്തന്റെ സപ്പോർട്ടില്ലേ? അനന്തന്റെ സ്ക്രിപ്റ്റ്, അനന്തന്റെ ക്യാമറ, അനന്തന്റെ പ്രൊഡക്ഷൻ. ഡയറക്ടർ മാത്രമല്ലേ മാറുന്നുള്ളൂ. നൂറെ, സംവിധായകൻ മാറുന്ന അത്ര നിസ്സാര കാര്യമാണോ? സംവിധായകനല്ലേ ഇതിന്റെ ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റന് വേണ്ടെന്ന് വെച്ചാൽ ആ സ്ഥാനത്ത് വേറൊരാൾ കയറി വരും. അതെങ്ങനെയാ ശരിയാവുന്നേ? അനന്ത, അതെ. വേണ്ട ബേബി. ബേബി ഈ പ്രോജക്റ്റിൽ ഉണ്ടോ? പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഞാനുണ്ടല്ലോ അനന്തന്റെ കൂടെ. പിന്നെ എന്തിനാ പേടിക്കണേ? ബേബി, പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ബോംബെ ഓഫീസിൽ വേറെ ആളെ വെച്ചിട്ടുണ്ട് അല്ലേ നൂറെ? അല്ലേ? വെച്ചു. അപ്പൊ നിങ്ങളും പണിക്കാരൻ.
മാഡം, എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാ? ഹെഡ് ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്നതല്ലേ, അവരുടെയല്ലേ മേജർ ഷെയർ. അപ്പൊ തീരുമാനവും അവരുടേതായിരിക്കും. ബേബി ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ട് കമ്പനിക്ക് വേണം, അനതിനൊരു സപ്പോർട്ടും ആവും. സാറേ, സ്പെഷ്യൽ ചിക്കനാ, ഞാൻ ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? സാറേ, ഡിസംബറിലൊന്നും നടക്കില്ല സാറേ. അതിന് പ്രൊഡ്യൂസർ ആവണ്ടേ? ഡയറക്ടർ മാറിക്കഴിഞ്ഞാ പടം ചെയ്യുന്ന ആളുണ്ട്. സാറ് വേറെ ഡേറ്റ് കൊടുത്തോ? ഔ, വേറൊരു കോള് വരണ്ടില്ല. എന്തായാലും അല്പം വൈകും സാറേ. ഞാൻ സാറിനെ വിളിച്ചോളാം. എനിക്കൊരു കോള് കുറേ നേരമായി. ഞാൻ വിളിച്ചോളാം സാറിനാ. ഓക്കെ. താനിയുടെ നമ്പറാണല്ലോ. ഇവളിപ്പോ എന്തിനാ എന്നെ കിടന്ന് വിളിക്കണേ? ഹലോ. ആ ബേബിച്ചായ, എന്താ വേണ്ടേ? അത് ബേബിച്ചായ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. എന്താ പദം? അന്നെന്റെ അവിവേകം കൊണ്ടാ, ഒരു മുന്നറിയിപ്പ് ഇല്ലാത്തോണ്ടാ. ആ, അപ്പം മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നീ കിടക്കി പിരിച്ച് കൊടുത്തല്ലേ? അത് ഇത്രയും വലിയ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണ്ടായിരുന്നോ? ഞാൻ തയ്യാറായി വരൂലായിരുന്നോ? നീ ഇപ്പൊ എവിടെ? അലക്സച്ചായന്റെ ഒരു അകന്ന ബന്ധു ഇവിടെ റെയിൽവേ ക്വാർട്ടേഴ്സിലുണ്ട്. ഞങ്ങൾ അവിടെയായിരുന്നു. അപ്പോഴാ ചക്രവാണി സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടത്. മോശമായി പോയിന്ന് തോന്നി. നിനക്കേ അങ്ങനെ തോന്നി ഇപ്പൊ നന്നായി. ചക്രവാണി സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നേരിട്ട് വന്ന് ക്ഷമ പറയാന്നാ വിചാരിക്കുന്നേ. ഞാനങ്ങോട്ട് വന്നോട്ടെ? അതെ, ക്ഷമ പറയാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ചക്രപാണി സാറിനെ സ്നേഹത്തോടെ കാണാൻ പറഞ്ഞെങ്കിൽ വാ, കാണാം. ഇയാൾക്ക് വേണ്ടി സാറ് കരുതി വെച്ച ആഡില്ലേ, അതിന് പകരം ആളിപ്പോഴും വെച്ചിട്ടില്ല. ഞാൻ വന്നോളാം. എന്നാ പെട്ടെന്ന് വാ. സാറേ, വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ആ ബോംബെക്കാ പോവാ. നീ അങ്ങേരെ കണ്ടിട്ടേ കാര്യങ്ങൾക്കൊക്കെ തീർപ്പുണ്ടാക്കിട്ട് പോ. ഒരു അരമണിക്കൂർ ഞാനവിടെ എത്തിക്കോളാം. എന്നാ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. പിന്നെ അച്ചായ, ചക്രവാണി സാറിനോടും ഇച്ചായനോടും ഒക്കെ ആരാധനയുള്ള ഒരാള് എന്റെ കൂടെ ഉണ്ട്. ആണാ പെണ്ണാ? പെണ്ണ്. കാണാൻ മിടിക്കുക? ആ, മിടിക്കുക. എങ്കിൽ പോരട്ടെ. ചക്രവാണി സാറിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തോളാം. ആനിയുടെ റെക്കമെൻഡേഷൻ അല്ലേ, അത് വേണ്ടെന്ന് വെക്കാൻ പറ്റോ? ഞാൻ ഇപ്പൊ എത്തിയേക്കാം. അച്ചായ, ഞാൻ അച്ചായനെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കണേ. എന്ത് ബുദ്ധിമുട്ട്? ഇയാളിങ്ങോട്ട് വാ. ശരി. എന്നാ പിന്നെ സമയം കളയണ്ട, നിങ്ങൾ വേഗം വിട്ടോ. വിട്ടോ. വാ മോളെ. സാറേ പറഞ്ഞതുപോലെ ഒട്ടും കുറയ്ക്കണ്ട, മാക്സിമം ഇടി കൊടുത്തോ. ഹലോ ഹലോ, ആ സർ, അവരോടൊന്ന് തിരിച്ചിട്ടുണ്ട്. ഹോട്ടൽ കസൈറ്റ്, ഫസ്റ്റ് ഫ്ലോറിലാ, റൂം നമ്പർ 1A. ഓക്കെ. അയാള് തല പൊട്ടി ഹോസ്പിറ്റലിൽ കിടക്കല്ലേ? അയാൾ വന്നിട്ട് എന്താ കാര്യം? ഇതിനുള്ള യോഗ എനിക്കായിരിക്കും.
ആ അനന്താ. എടോ ഞാൻ അങ്ങോട്ട് വരാം. താൻ എവിടെയാ? ഏയ് വേണ്ട വേണ്ട, സ്മോള് കഴിക്കാനാണെങ്കിലേ ഞാൻ 100 വീട്ടിലേക്ക് കൊടുത്തയക്കാം. ആ വേണ്ടടോ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത്ര രാവിലെ? അതെ, രാവും പകലും ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. എൻ്റെ ഭാര്യ ഷൂട്ടിങ്ങിന് പോയി. ഞാനിപ്പോ ഒരു സൂപ്പർ നായികയുടെ കാവൽക്കാരൻ. താനിപ്പോ എവിടെയുള്ളേ? ഞാൻ കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ട് അനന്ത ഞാൻ വിളിക്കാഞ്ഞേ. അനന്ത, ആ സ്ക്രിപ്റ്റ് അനന്ത അവർക്ക് കൊടുക്ക്. അവർക്ക് ഇഷ്ടമുള്ള ഡയറക്ടറെ വെക്കട്ടെ. അതല്ലാണ്ട് എന്തുട്ട് വഴിയുള്ള നമുക്ക്? അല്ലെങ്കിൽ നടിയുടെ ഭർത്താവ് എന്നുള്ള മേലുലാസത്തിൽ നമ്മുടെ ജീവിതം നശിച്ചു പോവില്ലേ? എന്താ ആ ആൻസി വർഗീസും KJS ഒക്കെ അങ്ങനെ വളർന്നു പോണത് കണ്ടില്ലേ? അവന്റെ കോപ്പിലെ സിനിമ അവന് തെണ്ടിയാ നടക്കണം. അവന് ആൻസി വർഗീസിനെ കല്യാണം കഴിച്ച് 2 കൊച്ചങ്ങളായിപ്പോ ഇപ്പൊ നൂർജഹാന്റെ കൂടെ അങ്ങോട്ട് പോണം. എന്നിട്ട് അവന്റെ പെണ്ണുമ്പിള്ളയുടെ വീഡിയോ ഉണ്ടാക്കാൻ ബുദ്ധിമാനായ ക്യാമറാമാൻ. ആ മിടുക്കേ ഫോട്ടോഗ്രാഫിയിൽ കാണിച്ചതെങ്കിൽ കൊള്ളായിരുന്നു. ഇനിയിപ്പോ സൈബർ പോലീസ് കൊണ്ടുപോയിട്ട് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കട്ടെ. ഹലോ, ആ എനിക്ക് 2 ഗസ്റ്റ് ഉണ്ട്. ഫുഡ് അങ്ങോട്ട് പുറത്തുനിന്ന് കൊണ്ടുവരണോട്ടാ. ഞാൻ ഓർഡർ അങ്ങോട്ട് തരാം. ഡ്രിങ്ക്സാ? ഏയ് അതൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഐസ്ക്രീം കാണോ? ആ ശരി ശരി, ഞാൻ പറഞ്ഞോളാം. ആ Whoa, whoa, whoa. ആഹാ, സുന്ദരിയായില്ല. അതെ, ഇതുപോലെ അങ്ങോട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നാ മതി. റാമ്പിലോട്ട് അങ്ങോട്ട് നടന്നാലുണ്ടല്ല, അത് വൈറലാവട്ടാ. അല്ല, താരിങ്ങനെ ഒരുക്കേ? എന്റെ കൂടെ ഉള്ള ആളാ. ആ കൂടെ ഒരാളുണ്ടാവുന്ന് പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വിളിക്ക്. വാ. നിനക്കെന്താടി ഇവിടെ കാര്യം? ഒരിക്കൽ നിങ്ങൾക്ക് എന്നെ വേണമായിരുന്നു, ഇപ്പോ ഇവളെയും വേണം. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുക.
അത് ശരി. അപ്പൊ നമുക്കിട്ട് പണിയാൻ വന്നതാ ചേച്ചിയും അനീത്യം. ഡീ പെണ്ണുങ്ങളെ, നിങ്ങളെ എവിടെ വരെ പോടി? നീയൊക്കെ നിന്റെ മറ്റവനെ കണ്ടിട്ടല്ലേ ഇവിടെ വന്ന് ഞെളിയണേ? എടി, ഇത് വേറെ സ്ഥല. നിനക്ക് നല്ല ബോധ്യമുണ്ടല്ല. പിന്നെ നല്ല ബോധ്യമുണ്ട്. ചക്രപാണി സാർ അവിടെ? ചക്രപാണിക്കല്ല ഇപ്പൊ ഇവിടെ വേണ്ടത്. ഇപ്പൊ എനിക്ക് തന്നെ. എനിക്ക് വേണ്ടിട്ടാടി അവള് വന്നത്. നീ നിന്റെ വീഡിയോയുടെ പേരിലല്ലേ ഇപ്പം മിടുക്ക് കാണിക്കണത്. എന്നാ കേട്ടോ, നിന്റെ അനീത്തിയുടെ 1-ാം തരം വീഡിയോ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറക്കാൻ പോവാ. നിനക്ക് വലുതും ചെയ്യാൻ പറ്റും. ഈ റാസ്കലിന്റെ ആദ്യം തല്ലാനുള്ള അവകാശം മോളെ നിനക്കല്ല, നിന്റെ ചേച്ചിക്കാ. ഇക്കാര്യത്തിൽ എനിക്ക് തന്നെയാണ് സീനിയോറിറ്റി. ഇങ്ങോട്ട് വാടാ ബേബി, ഇങ്ങോട്ട് വാടാ. നിന്നെ ഞാൻ ഓങ്ങി വെച്ചേക്കുവാ. നടക്കാം അങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ ബേബി, നിന്നെ ഞാൻ. മകളെ വാ. അന്വേഷിച്ചു നടക്കാം. സഹാറന്നെ അറിയില്ലേ? ഞാൻ ബേബി. നടക്ക്. വാ മോളെ, മോളെ വാ. മക്കളെ, അച്ഛൻ്റെ ഡ്രസ് അയൺ ചെയ്യാൻ കൊടുത്തിട്ട് അത് മേടിച്ചോട്ടാ. അതെ, ആ റൂം ക്ലീൻ ചെയ്ത് വെക്കണോട്ടാ. ഞാൻ വൈകുന്നേരം ഞങ്ങൾ തീരുമാനിക്കാം. വാ നടക്ക്. ഇങ്ങനെ നീയാണോ എന്നെ ഒറ്റ? ഇയാളല്ല എന്നെ ഒറ്റിയത്. ആരാ ഒറ്റിന്നുള്ളത് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം. കേറ്. ഒരു മിനിറ്റ് സാറേ, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു നീ വിചാരിക്കണ്ട. നിന്റെ സൈബർ പോലീസ് അന്വേഷിച്ച് നടക്കല്ലേ നിന്റെ വീഡിയോ ആരുണ്ടാക്കിയെന്ന്. എന്നാ നീ ഒന്ന് അറിഞ്ഞോ? അത് നിന്റെ 2 കൊച്ചങ്ങളുടെ തന്ത അനന്തനും അവന്റെ നൂർജഹാനും ചേർന്ന് ഉണ്ടാക്കിയതാ. നീ ഒന്ന് കൊണ്ടുപോയി അത് തെളിയിക്കടി. വാ വാ അലക്സേ, കേറ് വണ്ടിയില്. വാ മോളെ, കേറ്. മോളെ, മോളെ വാ, ഇങ്ങോട്ട് വാ. വണ്ടി കയറ്. ഇങ്ങോട്ട് വാ, വണ്ടി കയറ്. ആ കയറ്. ചിത്രേച്ച് എന്തത്? എന്തേച്ചി? അറിഞ്ഞില്ലായിരുന്നോ? നിന്റെ പന്തളം ബേബിയെ പോലീസ് കൊണ്ടുപോയി പെണ്ണ് കേസിൽ. പെണ്ണ് കേസോ? ആ, ചക്രവാണി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. അതാരെങ്കിലും ട്രാപ്പിലാക്കിയതായിരിക്കും. നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? അത് നിന്റെ മിസ്റ്റേക്ക്. നീ ചെന്ന് കയറിയ നൂർജഹാന്റെ വീടേ അതിന്റെ താവളവാ. ഉടനെ നിന്നെ കൊണ്ടുപോകും. അടുത്തത് നീയാ. ചുമ്മാരി ചിത്രേച്ചി, എന്നെ ആരെന്ത് കാണിക്കാനാ? എടാ, കാണിക്കാനുള്ളതല്ല അവള് കാണിക്കും. ഒറ്റ കൊടുത്ത് അവനെ പിടിപ്പിച്ചത് അവളാ, ആൻസി വർഗീസ്. നിന്നെ അവള് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നോക്കിക്കോ. അജി സർ, ഏതെങ്കിലും ഒരു ബാറിലോട്ട് പോയിടും.